ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. നമുക്കിന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക. പലപ്പോഴും നമുക്ക് പലരോടും പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരാറുണ്ട്. സാധാരണ ചോദിക്കേണ്ടി വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ ഇസ് ആണോ, ആറാണോ, വാസ് ആണോ, അതുപോലെ തന്നെ ഡു ആണോ, ഡസ് ആണോ, ഇങ്ങനെ നമുക്ക് ഹാവ്, ഹാസ്, ഇങ്ങനെ പല തരത്തിലും ചോദ്യങ്ങൾക്ക് സംശയങ്ങൾ വരാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നോക്കാം. ശരിക്കും നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് എന്നും ചോദിക്കേണ്ടി വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചറാണോ, അല്ലെങ്കിൽ അവൾ നിന്റെ സഹോദരനാണോ, അല്ലെങ്കിൽ അവർ വിദ്യാർത്ഥികളാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ ഈ ഒരു ആണോ എന്ന് ചോദിക്കണം. ഇതെങ്ങനെയാണ് ചോദിക്കുക? ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, അവൾ ടീച്ചറാണോ? അവൾ, ഈസ് ഷീ എ ടീച്ചർ? ഈസ് ഷീ എ ടീച്ചർ? പക്ഷേ ഇതേ സ്ഥലത്ത് നമുക്ക് അവർ ടീച്ചേഴ്സ് ആണോ, അല്ലെങ്കിൽ അവർ വിദ്യാർത്ഥികളാണോ, അപ്പം നമ്മൾ അവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെ ചോദിക്കും? അവിടെ നമ്മൾ ആർ എന്ന് യൂസ് ചെയ്യണം. ആർ ദേ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ആർ ദേ സ്റ്റുഡൻസ്, ഇങ്ങനെ. അപ്പോൾ ഇസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറിൻ്റെ കൂടെയും ആർ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറലിൻ്റെ കൂടെയാണെന്ന് മനസ്സിലായോ? ഇനിയിപ്പോൾ നോക്കാം. അവൻ ഒരു ഡോക്ടറാണോ? എങ്ങനെ ചോദിക്കാം? ഈസ് ഹി എ ഡോക്ടർ? അപ്പോൾ നിങ്ങൾ ഡോക്ടറാണോ എന്ന് ചോദിക്കണമെങ്കിലോ ആർ യു എ ഡോക്ടർ? കാരണം യു എന്നുള്ളത് പ്ലൂറലാണ്, നിങ്ങൾ. ഓക്കെ, ആർ യു എ ഡോക്ടർ? ഇനി അവൾ നിന്റെ സഹോദരിയാണോ? എങ്ങനെ ചോദിക്കാം? ഈസ് ഷീ യുവർ സിസ്റ്റർ? ഈസ് ഷീ യുവർ സിസ്റ്റർ? സഹോദരി എന്നുള്ളത് സിംഗുലർ, അപ്പോൾ ഈസ് വന്നു. ഇനി അവർ നിങ്ങളുടെ കൂട്ടുകാരാണോ? അവർ നിങ്ങളുടെ കൂട്ടുകാരാണോ? അപ്പോൾ എങ്ങനെ ചോദിക്കാം? ആർ ദേ യുവർ ഫ്രണ്ട്സ്? അവിടെ നമ്മൾ ആർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആർ ദേ യുവർ ഫ്രണ്ട്സ്? ഇത് നിന്റെ പേനയാണോ? എങ്ങനെ ചോദിക്കാം? നിന്റെ പേനയാണോ? പേന സിംഗുലർ ആണ്, അപ്പം എങ്ങനെയാ? ഇസ് ഇറ്റ് യുവർ പെൻ? ഇസ് ഇറ്റ് യുവർ പെൻ? അതുപോലെ തന്നെ ഇപ്പം അവൻ ബാങ്കിലാണോ ജോലി ചെയ്യുന്നത്? അപ്പം ഞാനവിടെ ബാങ്കിലാണോ, ഒരാൾ ജോലി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കാറില്ലേ? അവൾ സ്കൂളിലാണോ ജോലി ചെയ്യുന്നത്? അവൻ ബാങ്കിലാണോ ജോലി ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കാം? ഈസ് ഹി വർക്കിംഗ് ഇൻ എ ബാങ്ക്? ഈസ് ഹി വർക്കിംഗ് ഇൻ എ ബാങ്ക്? അവൻ ബാങ്കിലാണോ ജോലി ചെയ്യുന്നത്? ഇനി നിങ്ങൾ സ്കൂളിലാണോ ജോലി ചെയ്യുന്നത്? അപ്പം നിങ്ങൾ എന്ന് വന്നു. അപ്പം അവിടെ ആർ യു വർക്കിംഗ് ഇൻ എ സ്കൂൾ എന്ന് ചോദിക്കണം. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത്, ഇതുവരെ നമ്മൾ നോക്കിയതൊക്കെ ആണോ എന്ന് ചോദിക്കാനായിട്ട്. ഇനി ഞാൻ അടുത്തത് പറയുന്നത് ആയിരുന്നോ എന്ന് ചോദിക്കണം. അപ്പോൾ ആയിരുന്നോ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞതാണോ എന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ ആയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ എവിടെയാണ്? അത് പാസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇതുവരെ നമ്മൾ പ്രസന്റിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ പാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ആയിരുന്നോ എന്ന് ചോദിക്കാൻ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, അവനൊരു വിദ്യാർത്ഥി ആയിരുന്നോ? അവനൊരു വിദ്യാർത്ഥി ആയിരുന്നോ എന്ന് ചോദിക്കണം. അപ്പം എങ്ങനെ ചോദിക്കാം? വാസ് ഹി എ സ്റ്റുഡൻറ്റ്? കണ്ടോ, ഇസ് അല്ല വന്നിരിക്കുന്നത്, വാസ് ആണ്. ഇസിൻ്റെ പാസ്റ്റ് തന്നെയാണ് വാസ്. അപ്പോൾ വാസ് ഹി എ സ്റ്റുഡൻറ്റ്? അപ്പോൾ അവർ വിദ്യാർത്ഥികളായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിലോ അവർ എന്ന് വന്നു. അവിടെ നമുക്ക് വേർ ദേ സ്റ്റുഡൻസ് എന്ന് ചോദിക്കണം. അവർ, വേർ ദേ സ്റ്റുഡൻസ്? കണ്ടോ, അപ്പോൾ അത് പ്ലൂറലാണ്. അപ്പോൾ വേർ, അപ്പോൾ വാസ് സിംഗുലറിൻ്റെ കൂടെ, വേർ പ്ലൂറലിൻ്റെ കൂടെ. വാസ് ഹി എ സ്റ്റുഡൻറ്റ്? അതുപോലെ തന്നെ വേർ ദേ സ്റ്റുഡൻസ്? ക്ലിയർ ആയോ? അതുപോലെ തന്നെ അവൻ ബാങ്കിലാണോ ജോലി ചെയ്തിരുന്നത് എന്ന് ചോദിക്കണം. ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? വാസ് ഹി വർക്കിംഗ് ഇൻ എ ബാങ്ക്? നമ്മൾ ചെയ്യുകയാണോ എന്നല്ല ചോദിക്കുന്നത്, ചെയ്യുകയായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വാസ് ഹി വർക്കിംഗ് ഇൻ എ ബാങ്ക് എന്ന്. അപ്പോൾ അത് അവർ ആണെങ്കിൽ വേർ ദേ വർക്കിംഗ് ഇൻ എ ബാങ്ക്. നിങ്ങൾ സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ വേർ യു വർക്കിംഗ് ഇൻ എ സ്കൂൾ? വേർ യു വർക്കിംഗ് ഇൻ എ സ്കൂൾ? ആയിരുന്നോ എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് വാസ്, വേർ നമ്മളൊരു ആയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കുന്നത്, ഇപ്പം നമ്മളൊരു കാര്യം ഒരാളോട് ഒരു ശീലങ്ങൾ ചോദിക്കുകയാണ്. നീ അത് ചെയ്യാറുണ്ടോ? നീ അവിടെ പോകാറുണ്ടോ? നീ കാപ്പി കുടിക്കാറുണ്ടോ? നീ നടക്കാറുണ്ടോ? നീ പത്രം വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവൾ പത്രം വായിക്കാറുണ്ടോ? അപ്പോൾ അത് സിംഗുലറിൻ്റെ കൂടെയും പ്ലൂറലിൻ്റെ കൂടെയും ഡിഫറൻ്റ് ആയിട്ടാണ് ചോദിക്കേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കാപ്പി കുടിക്കാറുണ്ടോ? നിങ്ങൾ കാപ്പി കുടിക്കാറുണ്ടോ? ഇതെങ്ങനെ ചോദിക്കാം? ഡു യു ഡ്രിങ്ക് കോഫി? ഡു യു ഡ്രിങ്ക് കോഫി?
ഡു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ അതേ സ്ഥലത്ത് ഞാൻ ചോദിക്കുകയാണ്, അവൾ കാപ്പി കുടിക്കാറുണ്ടോ അല്ലെങ്കിൽ അവൻ കാപ്പി കുടിക്കാറുണ്ടോ? അപ്പൊ എങ്ങനെ വരും? അവിടെ നമുക്ക് ഡു അല്ല വേണ്ടത്, ഡസ് ആണ്. ഡസ് ഹീ ഡ്രിങ്ക് കോഫി? അവൻ കാപ്പി കുടിക്കാറുണ്ടോ? ഓക്കെ, അപ്പോൾ സിംഗുലർ വന്നു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്തു? ഡസ് യൂസ് ചെയ്തു. പക്ഷെ അത് പ്ലൂറൽ ആണെങ്കിൽ ഡു ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ഡു യു ഡ്രിങ്ക്? ഡു ദേ ഡ്രിങ്ക്? ഡസ് ഹീ ഡ്രിങ്ക്? ഡസ് ഷീ ഡ്രിങ്ക്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഡു അല്ലെങ്കിൽ ഡസ് വരിക, പിന്നെ സബ്ജക്റ്റ്, പിന്നെ നമ്മുടെ വേർബിന്റെ ബേസ് ഫോം ആണ് ചേർക്കുന്നത്. ഓക്കെ, ഡസ് ഷീ ഡ്രിങ്ക്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അവൾ എന്ന് നടക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡസ് ഷീ വാക്ക് എവറി ഡേ? ഡസ് ഷീ വാക്ക് എവറി ഡേ? ഡസ് ഷീ വാക്ക് എവറി ഡേ? ഇനി അവൻ എന്നും സ്കൂളിൽ പോകാറുണ്ടോ? അവൻ എന്നും സ്കൂളിൽ പോകാറുണ്ടോ? ഡസ് ഹീ ഗോ ടു സ്കൂൾ എവറി ഡേ? ഡസ് ഹീ ഗോ ടു സ്കൂൾ എവറി ഡേ? ഇനി നിങ്ങൾ സിനിമ കാണാറുണ്ടോ? നിങ്ങൾ സിനിമ കാണാറുണ്ടോ? നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ചോദിക്കണം? ഡു യു വാച്ച് മൂവീസ്? ഡു യു വാച്ച് മൂവീസ്? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡു ഡസ് എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. ഇപ്പൊ ഇതുവരെ ചോദിച്ചത് നമ്മൾ ഒരു ചെയ്യാറുണ്ടോ പോകാറുണ്ടോ എന്നുള്ളത് നമ്മുടെ എന്നും ഉള്ള ഒരു റെഗുലർ ആക്ടിവിറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇനി നമ്മൾ ചോദിക്കുന്നത്, നിങ്ങളത് ചെയ്തോ, നിങ്ങളത് പറഞ്ഞോ, നിങ്ങൾ കുടിച്ചോ, നിങ്ങൾ കാപ്പി കുടിച്ചോ, നിങ്ങൾ പത്രം വായിച്ചോ എന്നൊക്കെ ചോദിക്കാനായിട്ട്. എങ്ങനെ ചോദിക്കാം? ഇവിടെ നമുക്ക് നിങ്ങൾ പത്രം വായിച്ചോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ പത്രം വായിച്ചോ എന്ന് ചോദിക്കില്ലേ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു റീഡ് ന്യൂസ് പേപ്പർ? ഡു യു അല്ല, അപ്പൊ അത് നിങ്ങൾ വായിക്കാറുണ്ടോ എന്നായി. ഡിഡ് യു റീഡ് ന്യൂസ് പേപ്പർ? നിങ്ങൾ പത്രം വായിച്ചോ? ഡിഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ അവൾ പത്രം വായിച്ചോ എന്ന് ചോദിക്കണമെങ്കിലോ അപ്പോഴും ഡിഡ് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് സംശയം വേണ്ട, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഈ പാസ്റ്റിൽ എപ്പോഴും സെയിം ആയിരിക്കും വരിക, ഡിഡ് ആണ്. അപ്പോൾ ഡിഡ് വരിക, സബ്ജക്റ്റ് വരിക, V1 യൂസ് ചെയ്യുക. ഡിഡ് ഷീ റീഡ് ന്യൂസ് പേപ്പർ? അവൾ ചായ കുടിച്ചോ? ഡിഡ് ഷീ ഡ്രിങ്ക് ടീ? ഇനി അവർ സ്കൂളിൽ പോയോ? ഡിഡ് ദേ ഗോ ടു സ്കൂൾ? ഡിഡ് ദേ ഗോ ടു സ്കൂൾ? നിങ്ങൾ പാല് വാങ്ങിച്ചോ? ഡിഡ് യു ബൈ മിൽക്ക്? ഡിഡ് യു ബൈ മിൽക്ക്? ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ അവരെ കണ്ടോ? ഡിഡ് യു സീ ദം? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഡ് വെച്ചിട്ടും ചോദിക്കുക. അപ്പോൾ ഡു ഡസ് ഡിഡ് ഇതെങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്തത് ചോദിക്കുകയാണ്, നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ പഴം കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ പാല് വാങ്ങിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടോ ടുണ്ടോ, അതായത് വാങ്ങിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? അവിടെ എങ്ങനെയാണ് ചോദിക്കുക? നിങ്ങൾ ഈ പഴം കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൺ ദിസ് ഫ്രൂട്ട്? ഹാവ് യു ഈറ്റൺ ദിസ് ഫ്രൂട്ട്? അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ ചോദിക്കാം? ഹാവ് ദേ സീൻ യു? ഹാവ് ദേ സീൻ യു? അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിക്കുകയാണ്, അവൾ ഇവിടെ വന്നിട്ടുണ്ടോ? അവൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ അവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? അത് സിംഗുലർ ആണല്ലേ. അപ്പൊ എങ്ങനെ പറയാം? അപ്പോ ഹാസ് ഷീ കം ഹിയർ? ഹാസ് ഷീ കം ഹിയർ? അപ്പൊ മനസ്സിലായോ? സിംഗുലർ വന്നു കഴിഞ്ഞാൽ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്, പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഹാവ്. അപ്പൊ ഹാസ് ഷീ കം ഹിയർ? അവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? അവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഹാസ് ഹീ കോൾഡ് യു? ഹാസ് ഹീ കോൾഡ് യു? അവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? കണ്ടോ? അപ്പോൾ ഹാവ് ഹാസും എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഹാവ് ഹാസും പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം അതായത് ചെയ്യാൻ കഴിയുമോ, പറയാൻ കഴിയുമോ, അവിടെ പോകാൻ കഴിയുമോ, അത് വാങ്ങിക്കാൻ കഴിയുമോ, ഈ കഴിയുമോ എന്ന് ചോദിക്കുന്നില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ നമുക്ക് കഴിയുമോ എന്ന് ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നിനക്ക് അവിടെ പോകാൻ കഴിയുമോ? എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ഗോ ദെയർ? അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ക്യാൻ. അപ്പൊ ക്യാൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്യാൻ യു ഗോ ദെയർ? നിനക്ക് അവിടെ പോകാൻ കഴിയുമോ? നിനക്ക് അവളോട് ചോദിക്കാൻ കഴിയുമോ? ക്യാൻ യു ആസ്ക് ഹെർ? അവളോട് ചോദിക്കാൻ. ക്യാൻ യു ആസ്ക് ഹെർ? ഓക്കെ. നിനക്ക് കുറച്ച് പാല് വാങ്ങിക്കാൻ കഴിയുമോ? ക്യാൻ യു ബൈ സം മിൽക്ക്? ക്യാൻ യു ബൈ സം മിൽക്ക്? ഇനി നിനക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ യു സ്വിം? ക്യാൻ യു സ്വിം? നിനക്ക് നീന്താൻ കഴിയുമോ? ഇനി നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ?
അപ്പോൾ കണ്ടോ, നമ്മൾ അവിടെയൊക്കെ ക്യാൻ യു യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിനക്ക് ചെയ്യാൻ കഴിയുമോ, നിനക്ക് പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾക്ക് അല്ലെങ്കിൽ അവന്, ഇവിടെ നമ്മൾ സിംഗുലറും പ്ലൂറലും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ക്യാൻ ഷീ, ക്യാൻ ഹി, ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ കുറേ ക്വസ്റ്റ്യൻസ് നോക്കി. ഏതൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടിയല്ലോ. ഇസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണോ, ആർ വെച്ചിട്ടാണോ, വാസ് ആണോ, വേർ ആണോ, ഡു ആണോ, ഡസ് ആണോ, ഡിഡ് ആണോ, ഹാവ് ആണോ, ഹാസ് ആണോ, അതുപോലെ തന്നെ എന്താ ക്യാൻ, ഇതൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിന്ന് കുറേ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.